നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ആരായിരിക്കും നേടുക? ഫുട്ബോൾ പ്രേമികൾക്കിടയിലുള്ള ഒരു വലിയ ചർച്ചയാണത്. നമ്മളിപ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തിലാണ്. ഇനിയും ഈ വർഷം മാസങ്ങളുണ്ട്. ഈ വർഷത്തെ മൊത്തം പ്രകടനം പരിഗണിച്ചിട്ടാണല്ലോ ബാലൻ ഡിയോർ പുരസ്കാരം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ സമ്മാനിക്കുക. എന്തായാലും ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ആരാണ് മുന്നിലുള്ളത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. goal.com ഒരു പവർ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. അവരിങ്ങനെ ഓരോ ആഴ്ചകളിൽ എന്ന തരത്തിൽ ഇതിങ്ങനെ പുതുക്കി പ്രസിദ്ധീകരിക്കുന്ന ഒരു പവർ റാങ്കിങ് ആണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലീഗുകൾ മുന്നോട്ട് പോകുന്നു. എല്ലാ ലീഗുകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്റർനാഷണൽ ബ്രേക്ക് ആയിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇതുവരെയുള്ള കണക്കെടുപ്പിലൂടെ അവർ ഇത്തവണ ബാലൻ ഡിയോർ നേടാൻ സാധ്യതയുള്ള 20 പേരുടെ ലിസ്റ്റ് ഒരു പവർ റാങ്കിങ് പോലെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നമ്മൾ അതൊന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആർക്കാണ് ഇത്തവണത്തെ ബാലൻ ഡിയോർ ലഭിക്കുക എന്നുള്ളതിൽ. അതിന് അത്തരത്തിലുള്ള ചർച്ചകൾക്കൊരു ബേസ് എന്ന രൂപത്തിലാണ് നമ്മൾ ഈ goal.comന്റെ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും goal.com പറയുന്നതനുസരിച്ച് 20ാം സ്ഥാനത്ത് ഇത്തവണ ബാലൻ ഡിയോർ നേടാൻ ആ ഒരു സാധ്യതയിൽ 20ാമത് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരം ഫിൽ ഫോഡൻ ആണ്. 2021 അദ്ദേഹത്തിന്റെ ഗോളടിയുടെ കണക്കുകളും അതുപോലെ പെർഫോമൻസിന്റെ കണക്കുകളും ഒന്ന് നോക്കിയാൽ 11 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അത് സ്വന്തം പേരിൽ കുറിച്ചത്. പ്രീമിയർ ലീഗും അതുപോലെ കർബാവോ കപ്പും നേടുകയും ചെയ്തു. സിറ്റിക്കൊപ്പം ആ 2 കിരീടങ്ങളിലും മുത്തമിടുകയും ചെയ്തു. 19ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ യുവതാരം പെഡ്രിയാണ്. പെഡ്രി 2021 3 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിൽ കുറിച്ചത്. കോപ്പ ഡെൽറയിൽ മുത്തമിട്ടു. ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇനി 18ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജർമ്മൻ താരം ഇൽക്കൈ ഗുണ്ടോഗനാണ്. 17 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ വർഷം സ്വന്തം പേരിൽ കുറിച്ചത്. പ്രീമിയർ ലീഗിലും കർബാവോ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 17ാം സ്ഥാനത്ത് ചെൽസിയുടെ യുവതാരം മേസൺ മൗണ്ട് ആണ്. 9 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഈ വർഷം താരം സ്വന്തം പേരിൽ കുറിച്ചത്. ചാമ്പ്യൻസ് ലീഗിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 16ാം സ്ഥാനത്ത് PSG-യുടെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ആണുള്ളത്. ഈ വർഷം 12 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. കോപ്പ ഡി ഫ്രാൻസിൽ മുത്തമിട്ടു. ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിടുകയും ചെയ്തു. കോപ്പ അമേരിക്കയിൽ റണ്ണേഴ്സ് അപ്പ് ആവുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി 15ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമ്മന്റെ ജിയാൻ ലൂക്കി ഡൊണാറുമയാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ AC മിലാന് വേണ്ടിയിട്ടാണ് കളിച്ചിരുന്നത്. ഇറ്റലിക്കൊപ്പം അദ്ദേഹം യൂറോ കപ്പിൽ കിരീടം ചൂടിയിട്ടുണ്ട്. 17 ക്ലീൻ ഷീറ്റുകളാണ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ യൂറോ കപ്പിലെ ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 14ാം സ്ഥാനത്ത് വരുന്നത് ടോട്ടനാം ഹോട്ട്സ്പറിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി കെയ്ൻ ആണ്. ഈ ഒരു വർഷം, അതായത് 2021 25 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. 13ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റൂബൻ ഡയസ് വരുന്നു. 1 ഗോളാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹം ഡിഫൻഡറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലീൻ ഷീറ്റുകൾ കൂടി പരിശോധിക്കണം. 21 ക്ലീൻ ഷീറ്റുകളുണ്ട്. പ്രീമിയർ ലീഗും കർബാവോ കപ്പും ഈ 2 കിരീടങ്ങളും സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 12ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ താരമായ റഹീം സ്റ്റീർലിംഗ് ആണ്. 12 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ വർഷം കുറിക്കപ്പെട്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിലും കർബാവോ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 11ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരം കരീം ബെൻസീമ 24 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് ഈ വർഷം അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. ഫെഡറിക്കോ കിയേസയാണ് ഇനി 10ാം സ്ഥാനത്തേക്ക് വരുന്നത്. ഫെഡറിക്കോ കിയേസയാണ്. 14 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ വർഷം സ്വന്തം പേരിൽ കുറിച്ചത്. യൂറോ കപ്പിൽ കിരീടം ചൂടി. കോപ്പ ഇറ്റാലിയ, ഒപ്പം തന്നെ സൂപ്പർ കോപ്പ ഇറ്റാലിയാന, ഈ കിരീടങ്ങളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ യുവതാരം ഏർലിംഗ് ഹാലൻഡ് ആണ്. അദ്ദേഹം 31 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് ഈ ഒരു വർഷം ഇതുവരെ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. DFB പോക്കലിൽ മുത്തമിടുകയും ചെയ്തു. 8ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 27 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം ഈ ഒരു വർഷം സ്വന്തം പേരിൽ കുറിച്ചു. കോപ്പ ഇറ്റാലിയ അതുപോലെ സൂപ്പർ കോപ്പ ഇറ്റാലിയാന, ഈ 2 കിരീടങ്ങളിലും മുത്തമിടുകയും ചെയ്തു. കെവിൻ ഡി ബ്രൂയനെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം, അദ്ദേഹമാണ് 7ാം സ്ഥാനത്ത് വരുന്നത്. 10 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഈ വർഷം സ്വന്തം പേരിൽ കുറിച്ചത്. പ്രീമിയർ ലീഗിലും കർബാവോ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 6ാം സ്ഥാനത്താണ് PSG-യുടെ ഫ്രഞ്ച് സൂപ്പർ താരം, ഫ്രഞ്ച് യുവതാരം കിലിയൻ എംബപ്പേയുള്ളത്. 32 ഗോളുകളും 9 അസിസ്റ്റുകളും ഈ വർഷം താരം സ്വന്തം പേരിൽ ഇതുവരെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പ ഡി ഫ്രാൻസും ട്രോഫി ഡെസ് ചാമ്പ്യൻസും ഈ 2 കിരീടങ്ങളിലും മുത്തമിടുകയും ചെയ്തു. 5ാം സ്ഥാനത്ത് ഇപ്പോൾ ചെൽസിയിലേക്ക് മാറിയിരിക്കുന്ന റൊമേലു ലുക്കാക്കു ആണ്. ബെൽജിയൻ സൂപ്പർ താരം 23 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഈ വർഷം ഇതുവരെ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. സീരിയയിൽ കിരീടം ചൂടുകയും ചെയ്തു. എൻഗോളോ കാണ്ടയാണ് 4ാം സ്ഥാനത്ത് വരുന്നത്. അദ്ദേഹം 1 അസിസ്റ്റ് ആണ് ഈ ഒരു വർഷം ഇതുവരെ സ്വന്തം പേരിൽ കുറിച്ചത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം
കിരീടം ചൂടി, യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം ചൂടി. ചെൽസിയുടെ മുന്നേറ്റങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. അവരുടെ മധ്യനിരയിലൊക്കെ അദ്ദേഹം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 4ാം സ്ഥാനത്ത് വരുന്നത്. 3ാം സ്ഥാനത്താണ് ജോർഗീഞ്ഞോ വരുന്നത്. ചെൽസിയുടെ ഇറ്റാലിയൻ താരം ജോർഗീഞ്ഞോ 5 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. യൂറോ കപ്പിൽ കിരീടം ചൂടി, ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടി, യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം ചൂടി, ഇപ്പോൾ യുവേഫയുടെ ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് സ്വന്തമാക്കി. അങ്ങനെ മികച്ച രൂപത്തിൽ നിൽക്കുകയാണ് താരം ചെയ്യുന്നത്. 2ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ പോളിഷ് സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്. ഇതിനോടകം ഈ വർഷം അദ്ദേഹം 41 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു. ബുണ്ടസ് ലീഗയിൽ കിരീടം ചൂടി, ക്ലബ് വേൾഡ് കപ്പിൽ കിരീടം ചൂടി, DFL സൂപ്പർ കപ്പിൽ കിരീടം ചൂടി. 1ാം സ്ഥാനത്ത് സാക്ഷാൽ ലയണൽ മെസ്സിയെയാണ് ഇപ്പോൾ goal.com പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്കറിയാം 33 ഗോളുകളും 14 അസിസ്റ്റുകളുമായി മിന്നുന്ന പ്രകടനം നടത്തുന്ന താരം ഇപ്പോൾ PSG കൂടുമാറിയിട്ടുണ്ട്. കോപ്പ അമേരിക്കയിൽ കിരീടം ചൂടി. തന്റെ കരിയറിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. ഒപ്പം ഈ വർഷം അദ്ദേഹം കോപ്പ ഡെൽറയിലും കിരീടം ചൂടിയിട്ടുണ്ട്. എന്തായാലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നിലുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ ഒരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്കുണ്ടാവും. അതൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.